ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 15 പുരുഷോത്തമയോഗം. ശ്ലോകം 3. ന രൂപമസ്യേഹ തദോപലഭ്യതേ നാന്ദോ ന ചാതിർന ച സംപ്രതിഷ്ഠാ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. ശ്ലോകം 4. തതഃ പദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥഃ പ്രവൃത്തി പ്രസൃതാ പുരാണി. വിവർത്തനം. ഈ വൃക്ഷത്തിൻ്റെ യഥാർത്ഥ രൂപം ഈ ലോകത്തിൽ കാണുകയില്ല. അതിൻ്റെ ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ കണ്ടെത്താനാവില്ല. വേരുറച്ചുയർന്ന ഈ വൃക്ഷത്തെ ദൃഢനിശ്ചയത്തോടെ വിരക്തിയാകുന്ന ആയുധത്താൽ ഛേദിച്ചു കളയണം. എന്നിട്ട് എവിടെ ചെന്നാൽ തിരിച്ചുവരവില്ലയോ ആ ദിവ്യപദം പോക്കി സ്മരണാതീത കാലം മുതൽക്കേയുള്ള എല്ലാറ്റിൻ്റെയും ഉറവിടമായ പരമപുരുഷന് സ്വയം സമർപ്പിക്കണം. ഭാവാർത്ഥം. ഈ അരയാൽ മരത്തിൻ്റെ യഥാർത്ഥ രൂപം ഭൗതിക ലോകത്തിൽ കാണാവുന്നതല്ലെന്ന് വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. വേര് മേൽപോട്ടായിരിക്കെ വൃക്ഷത്തിൻ്റെ വളർച്ച മറുവശത്തേക്കാണ്. ഭൗതിക ശാഖാപടലങ്ങളിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് വൃക്ഷത്തിൻ്റെ വിസ്തൃതി എത്രയെന്നോ മൂലം എവിടെയെന്നോ മനസ്സിലാക്കാൻ കഴിയില്ല. എങ്കിലും കാരണം കണ്ടെത്തണം. ഞാൻ എൻ്റെ പിതാവിൻ്റെ പുത്രൻ, പിതാവ് ഇന്നയാളുടെ പുത്രൻ എന്നിങ്ങനെ ആരാഞ്ഞു പോയാൽ ഒടുവിൽ ബ്രഹ്മാവിലും ഭ്രമാവിന് പിറവി കൊടുത്ത ഗർഭോദകശായി വിഷ്ണുവിലുമെത്താം. പിന്നെ ശ്രീ ഭഗവാനിലും. ഇവിടെ അന്വേഷണം അവസാനിക്കും. ഭഗവത് ജ്ഞാനമുള്ളവരുടെ സഹവാസം കൊണ്ട് വേണം ഈ വൃക്ഷത്തിൻ്റെ ആരംഭമാകുന്ന പരമ ദിവ്യോത്തമ പുരുഷനെ ആരാഞ്ഞറിയാൻ. അതറിഞ്ഞ ഒരാൾക്ക് ഈ മായികമായ നിഴലിനോട് ആസക്തി ഉണ്ടാവില്ല. അങ്ങനെ ജ്ഞാനം കൊണ്ട് ഈ മായാവൃക്ഷത്തോടുള്ള ബന്ധനമറുത്ത് യഥാർത്ഥ വൃക്ഷത്തിൽ സ്ഥിതി ചെയ്യുവാൻ കഴിയും. അസംക എന്ന വാക്ക് ഇവിടെ ശ്രദ്ധേയമാണ്. വിഷയസുഖങ്ങളിലുള്ള ആസക്തിക്കും ഭൗതിക പ്രകൃതിയെ കീഴടക്കാനുള്ള വാസനയ്ക്കും കരുത്തേറെയുണ്ട്. ആ കാരണത്താൽ പ്രാമാണിക ഗ്രന്ഥങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ആധ്യാത്മിക ശാസ്ത്രത്തെ ചർച്ച ചെയ്തും ജ്ഞാനികളിൽ നിന്ന് കേട്ടും വൈരാഗ്യം ശീലിക്കണം. ഭക്തജനങ്ങളുമായി സഹവസിച്ച് ആധ്യാത്മിക ചർച്ചകൾ നടത്തുന്നതിൻ്റെ ഫലം ഭഗവത് പ്രാപ്തി തന്നെയാണ്. അടുത്ത കർത്തവ്യം ഭഗവാന് സ്വയം സമർപ്പിക്കലും. എവിടെ ചെന്നെത്തിയാൽ ഈ നിഴൽ വൃക്ഷത്തിലേക്ക് തിരിച്ചു വരേണ്ടതില്ലയോ ആ പരമപദത്തെപ്പറ്റി മുമ്പ് പറഞ്ഞുവല്ലോ. ഇതിവിടെ വിവരിക്കുന്നു. സൃഷ്ടിജാലത്തിൽ ഏതൊന്നിൻ്റെയും നാരായ വേര് ശ്രീകൃഷ്ണ ഭഗവാനാണ്. അവിടുത്തെ പ്രസാദം നേടാൻ ആത്മസമർപ്പണമാണ് ആവശ്യം. അത് മാത്രമേ വേണ്ടൂ. ശ്രവണ കീർത്തനാദികളായ അനുഷ്ഠാനങ്ങളാൽ ഭക്തിപൂർവം ചെയ്യപ്പെടുന്ന സേവനത്തിൻ്റെ ഫലമാണ് ആത്മാർപ്പണം. ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ വികാസ പരിണാമങ്ങൾക്ക് മൂലകാരണമാണ് കൃഷ്ണൻ. ഇത് ഭഗവാൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അഹം സർവസ്യ പ്രഭവഃ, ഞാനാണ് എല്ലാറ്റിൻ്റെയും പ്രഭവസ്ഥാനം. ഭൗതിക ജീവിതമാകുന്ന വൃക്ഷത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ കൃഷ്ണനെ തന്നെ ശരണം പ്രാപിക്കണം. കൃഷ്ണന് സ്വയം സമർപ്പിതനായ മനുഷ്യൻ ഭൗതിക പടർപ്പിൽ നിന്ന് താനേ മുക്തനാവുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.